ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമുക്കറിയാം ഗേറ്റ് 2025 എക്സാം നമുക്ക് അടുക്കാറായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വർഷം ഒരു വർഷം എൻഡ് ആവാറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിംഗ് ആണ് എക്സാം നടക്കുന്നുള്ളതെന്ന് തന്നെ ഗേറ്റ് എക്സാം ഏകദേശം നമുക്ക് അടുത്ത് വരുന്നുണ്ട്. സോ മിക്കവാറും പ്രീ ഫൈനൽ ആൻഡ് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിരിക്കും ഈ ഒരു ഗേറ്റ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ പഠിക്കണമെന്ന് അറിയാത്ത ആൾക്കാർ. ഓൾറെഡി അതായത് നമ്മൾ പാസ് ഔട്ട് ആയവരൊക്കെ ആണെങ്കിൽ ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം അവർക്ക് മറ്റവരെ കമ്പയർ ചെയ്യുമ്പോൾ അക്കാഡമിക്സ് ഇല്ലാത്തതുകൊണ്ട് സമയം കിട്ടുന്നത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഗേറ്റ് എക്സാമിനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു ഷോർട്ട് സ്ട്രാറ്റജിയാണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് എ കട്ട് ആൻഡ് റൈറ്റ് സ്ട്രാറ്റജി. നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ കസ്റ്റമൈസേഷൻസ് വരുത്തി മാറ്റങ്ങൾ വരുത്തി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം നമുക്കറിയാം, നമുക്ക് ഗേറ്റ് എക്സാം നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് പലരും എംടെക് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കാര്യത്തിനേക്കാളും ഉപരി ഇപ്പം PSU ജോബ്സ് എന്നൊരു ടാർഗറ്റ് പലർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ ഒരിക്കലും എനിക്ക് PSU എക്സാംസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗേറ്റ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗേറ്റ് പഠിക്കാൻ തുടങ്ങത്തില്ല. ബിക്കോസ് യു മസ്റ്റ് നോ അത്ര റാങ്ക് അല്ലെങ്കിൽ എത്ര സ്കോർ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് PSUs അപ്രോച്ച് ചെയ്യാൻ പോലും പറ്റുള്ളൂ എന്ന്. അപ്പം അത്രയും സീരിയസ് ആയിട്ട് ഗേറ്റ് എക്സാമിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് PSUവിൽ ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കൂടെ ഒന്ന് ചെറിയൊരു ഐഡിയ ഈ വീഡിയോയിൽ തരുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ ബ്രാഞ്ചസ് ആയിട്ട് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഈ ബ്രാഞ്ചസിൽ ഇത്രയും നമുക്ക് എംടെക്കിന് പോകണമെങ്കിലും PSUവിന് വേണമെങ്കിലും എത്ര ഓൾ ഇന്ത്യ റാങ്ക് വരണം, മാർക്സ് അറൗണ്ട് എത്ര വേണം എന്നും കൂടി പറയുന്നു. അപ്പോൾ എംടെക്കിനാണ് നിങ്ങൾ അഡ്മിഷൻ പോകുന്നതെങ്കിൽ ഇഫ് യു ആർ എ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് വേണ്ടുന്ന ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് നല്ല റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസ് ലൈക്ക് IIT-യിലൊക്കെ പഠിക്കണമെങ്കിൽ 65 മാർക്ക് 1400 റാങ്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാം. മെക്കാനിക്കൽ ആണെങ്കിൽ 1200 മതി, 73 മാർക്സ് പക്ഷേ ഏകദേശം കിട്ടണം. ഓൾ ഇന്ത്യ റാങ്ക് 700, ഇലക്ട്രിക്കലിന് 65 മാർക്സ് തന്നെയാണ്. ദെൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓൾ ഇന്ത്യ റാങ്ക് 700, 52 മാർക്സ് വേണം. ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 300, 67 മാർക്സ്. അപ്പോൾ അറൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നല്ല ഒരു 55 to 65 റേഞ്ചാണ് നമുക്ക് എംടെക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്. നല്ല ഓർഗനൈസേഷൻ, കട്ട് ഓഫ് കടന്നാൽ തന്നെ നമുക്ക് കിട്ടും അഡ്മിഷൻസ്. പക്ഷേ IIT, IISc ബാംഗ്ലൂരൊക്കെയാണ് എയിം ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കണം നിങ്ങളുടെ ഒരു ടാർഗറ്റ്. ഇനി അതല്ല, കമ്പയർ ടു PSU എക്സാംസിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത്രയൊന്നും പോരാ. യു ക്യാൻ സീ ദ ഡിഫറൻസ്. ഓൾ ഇന്ത്യ റാങ്ക് 250 വന്നല്ല, 75 മാർക്ക് 100 കിട്ടിയാൽ മാത്രമാണ് സിവിലിൽ ഒരാൾക്ക് PSU ജോബ് പറ്റുക. ദെൻ നമ്മുടെ മെക്കാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 500 ആണെങ്കിൽ കൂടി മാർക്സ് 78 എങ്കിലും വേണം. ദെൻ ഓൾ ഇന്ത്യ റാങ്ക് 300 വേണം. ഇലക്ട്രിക്കലുകാർക്ക് 80 മാർക്സ് വേണം. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 75 മാർക്സ് ആണ്, അറൗണ്ട് 200 തന്നെയാണ്. ദെൻ CS ആണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 120, 75 മാർക്സ്. അപ്പം 75+ മാർക്സ് ഇല്ലാതെ PSU എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് നമ്മുടെ മുന്നിൽ വരും, നമ്മുടെ പിക്ചറിൽ പോലും വരരുത്. അപ്പോൾ 75 മാർക്സ് ടാർഗറ്റ് ചെയ്തെങ്കിലും പഠിക്കണം. 75+ എങ്കിലും ഗേറ്റിന് സ്കോർ ചെയ്താൽ മാത്രമാണ് നമുക്ക് PSU എന്ന് പറയുന്ന നമ്മുടെ ടാർഗറ്റ് നമ്മുടെ മുന്നിൽ അച്ചീവ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഗേറ്റ് എക്സാമിനെ ഇനിയുള്ള ടൈമിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് വെയിറ്റേജ് ഉണ്ട്. നമുക്ക് ഓരോ സബ്ജക്റ്റിനും വെയിറ്റേജ്, സിലബസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിലബസ് ഉണ്ട്, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. നമുക്ക് വെയിറ്റേജ് അനാലിസിസ് ഒന്ന് മനസ്സിലാക്കാം. വെയിറ്റേജ് അനാലിസിസ് ആദ്യം നിങ്ങളൊന്ന് നടത്താം. വെയിറ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ തന്നെ പല വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിഫിക്കൽട്ടി ലെവൽ, നമുക്കറിയാം ഗേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ നടത്തുന്ന വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് എക്സാംസ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സബ്ജക്ട്സും കുറച്ച് കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. ദെൻ പാറ്റേൺ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ദെൻ സിലബസ് നിങ്ങൾ ഓരോ കൺസേൺഡ് അല്ലെങ്കിൽ ഓരോ കറസ്പോണ്ടിങ് ബ്രാഞ്ചസ് എടുത്തിട്ട് ഓരോ സിലബസ് ആയിരിക്കും. സിലബസൊക്കെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. സ്റ്റഡി മെറ്റീരിയൽസ് വേണം. സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ദ സെൻസ് നോട്ട്സ് ആവാം, അതല്ലെങ്കിൽ ബുക്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ്സസ് വഴി കണ്ട് എഴുതി വെച്ചാൽ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സും ആവാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് PYQs പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വേണം. അതുപോലെ തന്നെ ഒരു വർക്ക് ബുക്ക് വേണം ടു ഫെമിലറൈസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് നമ്മുടെ ഗേറ്റിൻ്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഫെമിലറൈസ് ചെയ്ത് പോകാൻ വേണ്ടി ഒരു വർക്ക് ബുക്കും കൂടി ആവശ്യമാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇനിയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുതിയ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു 6 സബ്ജക്റ്റ് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കാതെ,
അത് 6 സബ്ജക്റ്റും ഞാൻ പഠിച്ച് തീർക്കുക എന്നുള്ളതല്ലാതെ ഇപ്പം നിങ്ങളൊരു 4-5 സബ്ജക്ട്സ് സെലക്ട് ചെയ്യുക, കൂട്ടത്തിലുള്ള വെയിറ്റേജ് നോക്കിയിട്ടും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഇനിയുള്ള സമയത്ത് പറ്റും എന്ന് തോന്നുന്ന ഒരു 4 അല്ലെങ്കിൽ 5 PSUവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ MTech അഡ്മിഷൻസിന് വേണ്ടി മാത്രമേ ഈ ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരത്തുള്ളൂ. മറ്റേതെല്ലാം തന്നെ പഠിക്കണം PSU എക്സാംസിനാണ്. അപ്പോൾ നിങ്ങളൊരു കുറച്ച് സബ്ജക്ട്സ് സെലക്ട് ചെയ്യുക, ഒരു 4-5 സബ്ജക്ട്സ്. ഇപ്പോൾ സിവിലുകാർക്കാണെങ്കിൽ ഐ ക്യാൻ സജസ്റ്റ് ജിയോ ടെക്നിക്കൽ എടുക്കാം, നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എടുക്കാം, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എടുക്കാം, പിന്നെ ഏതെങ്കിലും 2 യുവർ ചോയ്സ്. സ്ട്രക്ചറിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ സബ്ജക്ട്സ് എടുക്കാം, അല്ലാത്തവർക്ക് വേറെ സബ്ജക്ട്സ് എടുക്കാം. അപ്പോൾ 5 സബ്ജക്ട്സ് നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം ഈ 5 സബ്ജക്ട്സിൽ തന്നെ നിൽക്കുക. അതായത് ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ സബ്ജക്റ്റ് കയറുമ്പോൾ വീണ്ടും ഫസ്റ്റ് സബ്ജക്റ്റ് റിവൈസ് ചെയ്യുക, അങ്ങനെ പോവുക. അതായത് ഈ 5 സബ്ജക്ട്സ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്ത് അതിൽ നിങ്ങൾ സ്ട്രോങ് ആവുക എന്നുള്ളതാണ് ഇനിയുള്ള ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഈ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. പുതിയ ക്വസ്റ്റ്യൻസ്, അതായത് കുറേ ക്വസ്റ്റ്യൻസ് ഒന്ന് ഫെമിലറൈസ് ചെയ്ത് ഗേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഫെമിലറൈസ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റുകൾ, അത് മോക്ക് ടെസ്റ്റുകൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട, നമുക്കൊരു ഡിസംബർ ലാസ്റ്റ് ജാൻ ആ ഒരു സമയമാകുമ്പോൾ മാത്രം മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായി അറ്റൻഡ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് എന്തിനാണ് അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമും നമുക്ക് അക്യുറസി, സ്പീഡ് ആൻഡ് അക്യുറസി ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട ഒരു ജസ്റ്റ് ടൈം ലൈൻ ഞാൻ കാണിച്ചു തരാം. ഇനിയുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളതാണ്. വലിയ ടാർഗറ്റുകളൊന്നും ഞാൻ മുന്നേ പറയുന്നില്ല. കണ്ടൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. കണ്ടൻറ്റ് ഞാൻ പറഞ്ഞു 4-5 സബ്ജക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനകത്തുള്ള കോൺസെപ്റ്റുകൾ ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് കോൺസെപ്റ്റുകൾ മാസ്റ്റർ ചെയ്ത് വെക്കുക. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക. അതായത് ഈ പഠിച്ച കോൺസെപ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് PYQs, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വർക്ക് ബുക്കിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പഠിച്ച കോൺസെപ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യുന്നത് കൂടാണ്ട് യു ഹാവ് ടു അറ്റൻഡ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ലിമിറ്റഡ് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്പീഡ് ഉണ്ടോ, അക്യുറസി ഉണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ടെസ്റ്റുകൾ എഴുതുക. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ തന്നെ, ആ സബ്ജക്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിവിലിൻ്റെ എടുക്കുവാണ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു, കണ്ടൻറ്റ് പഠിച്ചു, കണ്ടൻറ്റ് മനസ്സിലാക്കി, കൺസെപ്റ്റ് പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു. ആ സബ്ജക്റ്റ് അവിടെ മാറ്റി വെക്കുക. റിപ്പീറ്റ് ഫോർ നെക്സ്റ്റ് സബ്ജക്റ്റ്, അടുത്ത സബ്ജക്റ്റ് എടുത്ത് ഇതേ സെയിം പ്രൊസീജിയർ തന്നെ കൊണ്ടുവരാം. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ ആളെ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്നാമത്തെ ആളെയും കൂടി ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറോ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ കുറച്ച് ഫോർമുലാസ് എങ്കിലും റിവൈസ് ചെയ്യുക. ഒരു മണിക്കൂർ ആ കഴിഞ്ഞ സബ്ജക്ട്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വേണം. അത് നമ്മൾ ഒരു സബ്ജക്റ്റ് തീർന്നു എന്ന് പറഞ്ഞാൽ അയാളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി വിടരുത്. പിന്നെ അതിന് ശേഷം ചെയ്യേണ്ടത് നവംബറും ഡിസംബറും കംപ്ലീറ്റ്ലി നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റുക. അപ്പോൾ നമുക്ക് സെപ്റ്റംബറാണ് വരാൻ പോകുന്നത്, 2 മാസം സെപ്റ്റംബർ ഒക്ടോബർ ഉണ്ട്. പിന്നെ ആ സമയത്തിനുള്ളിൽ കഴിവതും സമയം, നമുക്ക് ഓണം വെക്കേഷനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അക്കാഡമിക്സ് അല്ല, അതായത് കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനാണെങ്കിലും ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റും. 10 ദിവസം നമ്മുടെ കയ്യിലുണ്ടാവും. 10 ദിവസം മാക്സിമം എഫേർട്ട് കൊടുത്ത് പഠിക്കാൻ നോക്കുക. ദെൻ നമുക്ക് നവംബറിലും ഡിസംബറിലും കംപ്ലീറ്റ്ലി റിവിഷന് വേണ്ടിയിട്ട് എടുക്കുക. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് തന്നെ എടുക്കുക. പിന്നെ ഡിസംബറിലും ജാനുവരിയിലും ഫുൾ ലെങ്ത് ടെസ്റ്റുകൾക്ക് വേണ്ടി ഡിവോട്ട് ചെയ്യുക. മാക്സിമം ടൈമും മോക്ക് ടെസ്റ്റുകളും, അതായത് നമുക്ക് ഈ ഒരു ഗേറ്റിൻ്റെ അതേ നേച്ചറിലുള്ള ടെസ്റ്റുകൾ ഫുൾ ലെങ്ത് ആയിട്ട് അറ്റൻഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് MTech അഡ്മിഷൻ അത്യാവശ്യം നല്ലൊരു കോളേജിൽ കിട്ടുന്ന സ്കോർ കിട്ടും. ബട്ട് യു ഹാവ് ടു ഫോളോ ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി. അതായത് ഇന്ന് തുടങ്ങി കൺസിസ്റ്റൻസി ഇല്ലാതെ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇതിന് റിസൾട്ട് ഉണ്ടാകത്തില്ല. നിങ്ങൾ ഇന്ന് ചെയ്തു അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തു പിന്നെ നിർത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ജനുവരി ലാസ്റ്റ് വരെ അല്ലെ ഫെബ്രുവരി എക്സാം വരെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് എ സ്ട്രാറ്റജി, ദിസ് ഇസ് ഹൗ ടു പ്രിപ്പയർ ഫോർ ദ എക്സാം. ഓക്കെ, ഇനി നമുക്ക് എക്സാമിൻ്റെ നേച്ചർ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണ ഒരു PYQ എടുത്ത് ചെയ്യുക അല്ലെങ്കിൽ വേറെ കുറേ വർക്ക് ബുക്സ് എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഗേറ്റിൻ്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് വേണം. കൺസിസ്റ്റൻസി ആസ് എ ടോൾഡ് ഏറ്റവും വലിയ ഫാക്ടർ ഫോർ സക്സസ് ഇസ് കൺസിസ്റ്റൻസി. വേറൊന്നുമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ടൈം ടേബിൾ അല്ല, നമുക്കിനി വേണ്ട ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അതായത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഫ്രം അമംഗ് ദ സബ്ജക്ട്സ്. ദെൻ ഗേറ്റും അതർ എക്സാംസും കൂടെ കമ്പയർ ചെയ്യാം. നിങ്ങൾ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് വേറെ ഏതെങ്കിലും എക്സാംസിനും കൂടെ കിട്ടും. അപ്പോൾ
ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ PSC എക്സാംസിനും ഗേറ്റ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഗേറ്റ് വേഴ്സസ് അതർ എക്സാം എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേറെ എക്സാംസിനും കൂടി ഇത് ഉപയോഗപ്പെടുമെങ്കിൽ കുറച്ചും കൂടി സിൻസിയറായിട്ട് എഫേർട്ട് എടുത്ത് നോട്ട്സും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ എക്സാമും കൂടെ വരുമ്പോൾ ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു എ ലോട്ട്. ഓക്കെ, പിന്നെ ടെസ്റ്റുകൾ എഴുതുക, എന്തായാലും ടെസ്റ്റ് എഴുതണം. പിന്നെ മറ്റുള്ളവർ പഠിക്കുന്ന രീതിയിൽ നമ്മൾ അതുപോലെ കോപ്പി ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ എടുക്കുന്ന 5 സബ്ജക്റ്റ് ആയിരിക്കത്തില്ല നിങ്ങൾ എടുക്കുന്നതായിരിക്കത്തില്ല മറ്റൊരാൾ എടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ വേറൊരാളുടെ രീതിയിലേക്ക് പോവാതെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പഠിക്കാൻ നോക്കാം. പിന്നെ നമുക്ക് സിലബസ് എടുക്കുമ്പോഴത്തേക്ക് 2 ലെവലിൽ സിലബസിന് അപ്രോച്ച് ചെയ്യാം. ഒന്ന് ഹൊറിസോണ്ടൽ ഡെപ്ത് ഇൻ ദ സെൻസ് നമുക്ക് ഒരു സബ്ജക്റ്റിൻ്റെ വിധം തരാം. മോസ് എടുത്തു കഴിഞ്ഞാൽ മോസിനകത്ത് പഠിക്കാനുള്ളൂ ഇത്ര ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വൈസ്, മോസ് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ അനാലിസിസ്, അങ്ങനെ നമുക്ക് വെർട്ടിക്കൽ ഡെപ്ത് ഉണ്ട്. അപ്പോൾ സിലബസ് എടുക്കുമ്പോഴത്തേക്ക് ഒരു സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലി നമ്മളത് കംപ്ലീറ്റ്ലി കവർ ചെയ്ത്, അല്ലെങ്കിൽ അതിൽ നിന്ന് പഴയ ക്വസ്റ്റ്യൻസ് പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് വന്ന മേഖലകൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസസ് കുറവാണ്. പക്ഷേ ടോപ്പിക് ഇപ്പം നമുക്ക് കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റിൽ നിന്ന് ചോദ്യം ചോദിക്കും, പക്ഷേ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം ആയിരിക്കത്തില്ല ചോദ്യം. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൽ നിന്ന് ഗേറ്റ് ലെവലിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം എന്ന രീതിയിലാവണം നമ്മുടെ ഒരു പ്രിപ്പറേഷൻ പോകാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് നിർബന്ധമായും തേർഡ് ഇയർ സ്റ്റുഡൻസ് ആൻഡ് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എസ്പെഷ്യലി എന്തുകൊണ്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം സിലബസിലുള്ള സിമിലാരിറ്റിയാണ്. നിങ്ങൾക്ക് വേറെ ബാർക്ക് അങ്ങനെ ഒരുപാട് നമ്മുടെ PSU എക്സാംസ് സെപ്പറേറ്റ് നടത്തുന്നത് പോലും നമ്മുടെ ISRO ഒക്കെ ഗേറ്റിൻ്റെ സെയിം സിലബസ് ആണ്. അഡീഷണലി നോൺ ടെക്നിക്കൽ കണ്ടൻറ്റും കൂടെ കുറച്ചുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന വഴി വാട്ട് യു ആർ ഗെറ്റിംഗ് ആൻ അഡീഷണൽ ബെനിഫിറ്റ് ഇസ് ദാറ്റ് വേറെ എക്സാംസ് നിങ്ങൾക്ക് പേടിയില്ലാതെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് എഴുതി അല്ലെങ്കിൽ ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഗേറ്റിന് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കണം പഠിക്കേണ്ടത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ നിങ്ങൾക്ക് ഈ സബ്ജക്ട്സിന് കുറച്ചും കൂടി കാര്യങ്ങൾ കോളേജിൽ നമ്മൾ സിംപ്ലി എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി മഗ്ഗപ്പ് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് കോളേജിൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ടെൻഷൻ വളരെ കുറവാണ്, ലെസ് പ്രഷറാണ്. കാര്യം നമ്മൾ സമയം എടുത്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് ടെൻഷനില്ല. നമ്മൾ തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിലും ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിലും നമുക്ക് പ്രഷർ ഇല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. ദാറ്റ് നമുക്കിനി സഫീഷ്യൻറ്റ് ടൈം ശരിക്കും പറഞ്ഞാൽ ഇല്ല. സഫീഷ്യൻറ്റ് ടൈം ഇൻ ദ സെൻസ് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇനിയുള്ള സമയത്ത് ഇപ്പം PSC ജോബൊക്കെ ആണെങ്കിൽ സഫീഷ്യൻറ്റ് ടൈം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഗേറ്റ് എക്സാം നിങ്ങൾ എഴുതി ക്വാളിഫൈ ആയി MTech അഡ്മിഷൻ ആണ്, ഇഫ് യു ആർ ടാർഗറ്റിംഗ് ദാറ്റ്, നിങ്ങൾക്ക് ഇനഫ് ടൈം ഇനിയുമുണ്ട്. ഇനി നമുക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ വരുന്ന സമയത്തും സബ്ജക്റ്റിൻ്റെ ടെക്നിക്കൽ നോളജ് നമുക്ക് അളക്കുകയാണെങ്കിൽ, ഇഫ് ദി ആർ മെഷറിങ് യുവർ ടെക്നിക്കൽ നോളജ്, നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആണ്. ബിക്കോസ് ഗേറ്റിൽ നിങ്ങൾ കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കിയാണ് ഓരോ ടോപ്പിക്സും പഠിച്ചു കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ഈ PSC ജോബ് തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ MTechന് അഡ്മിഷൻ നല്ല കോളേജസിൽ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിന് നല്ലൊരു ക്വിക്ക് സ്റ്റാർട്ടാണ് ഈ ഒരു ഗേറ്റ് പ്രിപ്പറേഷൻ വഴി കിട്ടുക. നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി ഗേറ്റ് എക്സാം ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന എക്സാംസ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയറിന് ഒരു ഗ്രോത്ത് കിട്ടുന്ന എക്സാംസ് ഫേസ് ചെയ്യാൻ പറ്റും. ഗേറ്റ് എക്സാം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലൊരു മാറ്റം വരുത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് ഇപ്പോൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ഇറ്റ് ഏർലി. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഇനി നിങ്ങൾക്കൊരു എക്സൽ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ നിങ്ങളൊരു ടോപ്പിക് എടുക്കുകയാണ്, ലൈക്ക് മാത്സ് ആണ് ഞാനിവിടെ എടുത്തത്, ലീനിയർ ഓൾജിബ്രയാണ് എടുത്തത്. അതിൽ ടോപ്പിക്സ് എഴുതുക, മെട്രിക്സ്, ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ്, സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസ്, ഇത്രയുമാണ് അതിൽ വരുന്ന ടോപ്പിക്ക്. അതിൽ നിങ്ങൾ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടിക്ക് ഇട്ട് കൊടുക്കുക. ദെൻ PYQ ചെയ്തിട്ടുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങളൊരു ടിക്ക് ഇട്ട് കൊടുക്കുക. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക്. ഇങ്ങനെ നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകും. നിങ്ങൾ ഏതൊക്കെ പഠിച്ചു ഏതൊക്കെ പഠിച്ചില്ല എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. സോ മെയിൻറ്റെയിൻ ദിസ്, ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു ലോട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇനി വരുന്ന ഒരു കുറച്ച് സമയം കൊണ്ട് ഗേറ്റ് എക്സാമിന് എഫക്റ്റീവായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു മൈ സജഷൻ അല്ലെങ്കിൽ മൈ സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻസ് വരുത്താം. ഞാൻ പറഞ്ഞു എല്ലാ സബ്ജക്ട്സും നമുക്ക് ഇനി കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ സിലബസ് ഫുൾ കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. അപ്പോൾ വെയിറ്റേജ് മനസ്സിലാക്കി 4-5 സബ്ജക്ട്സ് എടുത്തിട്ട് അത് പഠിച്ച് റിവൈസ് ചെയ്ത് PYQസും അതുപോലെ തന്നെ വർക്ക് ബുക്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് മോക്ക് ടെസ്റ്റും സബ്ജക്ട് ടെസ്റ്റും ഒക്കെ എഴുതി നിങ്ങളൊന്ന് സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. താങ്ക് യു.